ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ನಾನಿಂದು അഞ്ചാമത്തെ നാളിലോ നോമ്പ് തരകു എന്തെല്ലാം റെസിപ്പീസ് ಹಾಕಿನ್ನೆಂಟು ನಿಂಗಳ್ಟ ಶೇರ್ ಹಾಕಿಯೊಲ್ಲೆ. ಈ ವಿಡಿയോ ಇಷ್ಟ ಆയെങ്കിൽ ലൈക്ക് ആക്കോറു, ഷെയർ ആക്കോറു, കമൻറ്റ് ആക്കോറു. അങ്ങനെ ನನ್ನ ಚಾನಲ್ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കാൻ നോക്കിയിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കോറു, സപ്പോർട്ട് ആക്കോറു. ഞാനിവിടെ ഫസ്റ്റ് വെജ് സമോസ ಹಾಕಿಡೆ. അതെങ്ങനെയുണ്ട് ಅದರ റെസിപ്പിയുടെ ನಾನು ഷെയർ ആക്കിയോല്ലേ. ഫസ്റ്റ് ഒരു ബനാലേക്ക് ഓയിൽ ബീത്തിട്ട് ഓയിൽ വെച്ചാൽ പിന്നെ ഒരു 2-3 പച്ചമുളകോടെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് അതിൽ ഇട്ടോlle. പിന്നെ കറിച്ചൊപ്പ് ഇದ್ರಮು ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് അതിൽ ഇട്ടോlle. അത് തെല്ല് ഫ്രൈ ആക്കി ഉಂಟು അതിൽ പിന്നെ ಅದಕ್ಕೆ ನಾನು ഒരു 3 ನೀರುಳ್ಳಿಡೆ ಫುಲ್ ചെറിയ കട്ടാക്കിയിട്ട് ഇട്ടോണ്ട്ರೆ ಅದ್ರ ತೆಲ್ ಫ್ರೈ ആക്കിയോಳ್ടെ. ചുമ വേണുണ്ടില്ല, തെല്ല് ഫ്രൈ ആയി മൈ. പിന്നെ ಇದಕ್ಕೆ ನಾನು ചെറിയ ചെറിയ മുറിച്ചോ ബീൻസ് പിന്നെ പൊട്ടാറ്റോ ഇದ್ರನ್ನು ಸಹ ചെറിയ മുറിച്ചിട്ട് ഞങ്ങൾ പൊടിക്കറിಗೆಲ್ಲ മുറിക്കിടല്ലേ അങ്ങനെ അത്ര ചെറിയ മുറിച്ചിട്ട് അതിലെല്ലാം മിക്സ് ആക്കിയിട്ട് ಅದಕ್ಕೆ ನಾನು ಉಪ್ಪು പിന്നെ മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ഇದ್ರನ್ನು ನಾನು ಲಿಡ್ ಕ್ಲೋಸ್ ആക്കിയിട്ട് ഒരു 10 ಮಿನಿಟ್ಸ್ ಬಾಯ್ಲ್ ಆಗೋಗಿ ಬಿಡ್ರೆ. അപ്പോൾ അത് എണ്ണയിൽ നല്ല ഫ്രൈ ആയിട്ട് അത് നല്ല കുക്കാടും. പിന്നെ ಇದಕ್ಕೆ ನಾನು ಬಟಾಣಿ ನೆಂಚಿಟ್ಟಿಟ್ಟು ಅದ್ರ ನಾನು ಕುಕ್ಕರ್ಲು ವಿಷಲ್ ಹಾಕಿಟ್ಟು ಬಾಯ್ಲ್ ಹಾಕಿಟ್ಟು ಇಡ್ತಾರೆ. ಆದರೆ ನಾನು ತಣ್ಣೀರೆಲ್ಲ എടുത്തിട്ട് ಬಟಾಣಿയുടെ ಮಾತ್ರ ಇದರೊಟ್ಟಿಗೆ ಇಟ್ಟು ಕೊಡ್ತಾವಲ್ಲೆ. ഇട്ടിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് ഇപ്പം ഞാനിതേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും പിന്നെ ഒരു ಮ್ಯಾಗಿ ಮಸಾಲ പൊടി ഉണ്ടെങ്കിൽ അതിടോರು, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗരം മസാല ചിക്കൻ മസാല എന്തെങ്കിലും ഇടോರು. ഇട്ടിട്ട് മിക്സ് ആക്കിയെങ്കിൽ ഞങ്ങളെ മസാല ರೆಡಿ ಆಯಿತು. ಇപ്പം ನಾನು ಅದರ ಶೀಟ್ ರೆಡಿ ಆക്കിയോല്ലേ. ಶೀಟಿಗೆ ನಾನು ಮಾಮೂಲಿ ಚಪಾತಿಗೂ ಪೂರಿಗೆಲ್ಲ ಪಿಟ್ಟು ഞൗണ്ടല്ലേ അങ്ങനെ ഞാൻ മൈദ പിಟ್ಟರೆ ഉപ്പ് പിന്നെ തണ്ണി എണ്ണೆ ബീത്തിട്ട് ചന്ത ഞൗണ്ടി എടുത്തರೆ. ഇപ്പം ಅದಕ್ಕೆ ಅದ್ರ ನಾನು ചെറിയ ചെറിയ ബോൾ ആക്കി വെച്ചിട്ട് ಅದ್ರ ನಾನು ಚಪಾತಿರ ಪಲ್ಲೆ ತೆಲೂಪು ಪರ್ತಿಯೋಲ್ಲೆ. ಫುಲ್ ತೆಲೂಪು ಇಕ್ಕೋಣ ಚಪಾತಿ ಹತ್ರ ಆಗಲ್ಲ ಇನ್ನೇಂಗೆ ಮೈ. ഇപ്പം അതിൽ ನಾನು ജസ്റ്റ് തെല്ല് ഹീറ്റാക്കി എടുത്തോല്ല തവ നല്ല കായ്ച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം രണ്ട് സൈഡ് ഹീറ്റാക്കി എടുത്തെങ്കിൽ മൈ നല്ല കായ്ക്കൊണ്ടുണ്ടില്ല ചപ്പാത്തിയുടെ പോലെ. ജസ്റ്റ് ഹീറ്റാക്കിയ പിന്നെ ഇതിനെ ನಾನು ഇങ്ങനെ കട്ടാക്കിയിടെ ഒന്നൊന്നര ജഞ്ചൺ ഭാഗ ആക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരെ. പിന്നെ ನಾನು ഒരു സൈഡിൽ മൈദത്തെ പേസ്റ്റാക്കി വെച്ചിരെ. മൈദത്തേക്ക് തെല്ല് തണ്ണി ബീത്തിട്ട് അതിൽ പേസ്റ്റാക്കി വെച്ചിരെ. അതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അൺപട്ടോകായിട്ട് ഇപ്പം ഇത്ര ഇങ്ങനെ ഞങ്ങൾ ഫോൾഡ് ആക്കണം. ഫോൾഡ് ആക്കിയിട്ട് ಅದಕ್ಕೆ ಚಂದ ಗಮ್ಮಾಕಿ ಕೊಟ್ಟೆಂಗ್ರು ಅದು ಗಟ್ಟಿಯಾയിട്ട് ಇಕ್ಕಡು ಅದೆಂದು ಎಣ್ಣೆಲೆಂದು ಬಿಡಲಿ ಅದು. ಇപ്പം ಇದರೊಳಗೆ ನಾನು ರೆಡಿಯಾಕಿ ಬೆಚ್ಚೋ ಮಸಾಲೆಡೆ ഒരു 2 ಸ್ಪೂನ್ ಹತ್ರ ಮಸಾಲೆ ಇಟ್ಟಿಟ್ಟು ಇದ್ರ ಇപ്പം ಫುಲ್ ನಾನು മൈദത്തെ പേസ്റ്റ് ഇട്ടിട്ട് അതിൽ കവർ ആക്കി ಬಿಡ್ರೆ. തെല്ലും എവിടും ഓയിൽ ഒഴുക പോവാത്ത പോലെ ഇല്ലെങ്കിൽ അത് മസാല എന്ത് പുറത്ത് വരാത്ത പോലെ ഞങ്ങൾ അതിൽ ഫുള്ള് ഗമ്മാക്കണം, എല്ലാം ഫുൾ അൺപാട്ടണം. ഇല്ലെങ്കിൽ അത് എണ്ണയിൽ ಬಿಟ್ಟೆಂಗೆ മസാല ಎಲ್ಲ ഓപ്പൺ എണ്ണയ്ക്ക് വന്നിട്ട് എണ്ണയെല്ല ಬೆಡ್ಕೋಳು. അങ്ങനെ ആയിക്കൊണ്ടിട്ട് തെല്ലും ഗ്യാപ്പില്ലാത്ത പോലെ ഞങ്ങൾ അതിൽ പേസ്റ്റ് ആക്കണം. നോക്കറോ ഞങ്ങളെ സമോസ റെഡി ആയിത്ത്. ഇപ്പം ഇങ്ങനെ എല്ലാத்தையும் റെഡിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിട്ട് ഇപ്പം ನಾನು എണ്ണ വെച്ചാവും വെച്ചിരെ. എണ്ണ നല്ല കാഞ്ഞാൽ പിന്നത്തെ ಅದಕ್ಕೆ ഞങ്ങൾ ഈ റെഡിയാക്കി വെച്ചോ സമോസത്തെ നന്നായിട്ട് ഇടണം. ഒർക്കത്തേക്ക് ഒരു 4-5 ബിത്തിൽ വലിയ ഇടായെങ്കിൽ എത്ര വേണമെങ്കിൽ ഇടാം. ನಾನು ചെറിയ ഇട വെച്ചിട്ട് ഞാനിവിടെ 4 ഇട്ടിട്ട് കായ്ച്ചോണ്ടില്ലേ 4 ಒಟ್ಟಿಗೆ ಇಟ್ಟು പിന്നെ അതുവർക്ക് തെല്ല് അതെ കാഞ്ഞോ ಬರುമ്പോൾ ഞങ്ങൾ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ಬೇಯ್ಕೊನು. ಫುಲ್ ಹೈಲೇ വെച്ചെങ്കിൽ നല്ല ഇതാവില്ലേ, ക്രിസ്പി ആയിട്ടാവില്ല. ഒർക്കത്തിಗೆ ಬೇಗ ಕಾಯಿಡು ಹೆಂಗೆ ಅದು ಕ್ರಿಸ್ಪಿ ಆയിട്ടാവില്ല. തെല്ല സ്ലോ ആക്കിയെങ്കിൽ സ്ലോ ആക്കിയിട്ട് ഒരു തെല്ല നേരം വെച്ചെങ്കിൽ നല്ല റോസ്റ്റ് ആവിടും, നല്ല ക്രിസ്പി ആയിട്ട് ഞങ്ങൾ സമോസ റെഡി ആവിടും. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയ പിന്നെ ഞങ്ങൾ അതിൽ എല്ലാத்தையும் എടുക്കണം. ഞങ്ങളെ സമോസ റെഡി. ಇಂದು ನಾನು ವೈಟ್ ಸಾಸ್ ಪಾಸ್ತಾ ರೆಡಿ ಹಾಕಿನೆ. ಫಸ್ಟ್ ನಾನು ತಣ್ಣಿ വെച്ചിട്ട് നല്ല ബോയിൽ ആയാൽ പിന്നെ ಅದಕ್ಕೆ ನಾನು ഉപ്പ് പിന്നെ പാസ്ത ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം നല്ല ബോയിൽ ആയാൽ പിന്നെ അതിൽ ഞങ്ങൾ തണ്ണീരെല്ലാം എടുത്തിട്ട് പാസ്തത്തെ സെപ്പറേറ്റ് ആക്കി വേവിക്കണം. പിന്നെ ഇപ്പം ನಾನು ഒരു പാനിಗೆ ബട്ടർ ഇട്ടിട്ട് ബട്ടർ തെല്ല് മെൽട്ടായാൽ പിന്നെ ಅದಕ್ಕೆ ഇഞ്ചി വെള്ളുള്ളി ചെറിയ മുറിച്ചിട്ട് പിന്നെ ഒരു നീരുള്ളി ഒരു ഹാഫ് ക്യാപ്സിക്കം ഇത്ര ഇട്ടിട്ട് തെല്ല് ഫ്രൈ ആക്കിയിട്ട് അതിൽ ഒരു പ്ലേറ്റിಗೆ എടുത്ത് വെക്കണം. പിന്നെ അതേ പാനിಗೆ ಇನ್ನೊಂದು ತೆಲ್ ಬಟರ್ ಇಟ್ಟಿಟ್ಟು ಬಟರಿಗೆ ഒരു 1.5 ಸ್ಪೂನ್ ಹತ್ರ ಮೈದಾ ಇಟ್ಟಿಟ್ಟು അതിൽ ಚಂದ ಮಿಕ್ಸ್ ആക്കണം. തെല്ലു ഇതാവത്തെ ಅಂಟತಪ್ಪಲೆ ಅದನ್ನು ഞങ്ങൾ ಚಂದ ಮಿಕ್ಸ್ ആക്കിയാൽ പിന്നെ ബട്ടറും മൈദത്തെ ಮಿಕ್ಸ್ ആക്കിയാൽ പിന്നെ ಅದಕ್ಕೆ ನಾನು ഒരു തെല്ല് പാൽ ബീത്തിയോല്ല പാൽ ബീത്തിയിട്ട് മൈദത്തെ മിക്സർ ಚಂದ അതിൽ ಮಿಕ್ಸ್ ಹಾಕೋಣ.
ಅದ್ಲು ಲಮ್ಸ್ ಅಂದು ಇಲ್ಲತ್ತ ಪಲೆನಂಗಾದ್ರೆ ಚಂದ ಮಿಕ್ಸ್ ಹಾಕ್ಕೊಂಡು ಕಲಕಿ ಇಡ್ತೊಳ್ನು ಎಲ್ಲ ಕಲಕಿಟ್ಟಾಯ പിന്നെ ನಾನು ಅದಕ್ಕೆ ಇನ್ನೊರ್ತೆಲ್ ಪಾಲು ಮ್ಯಾಡ್ ಹಾಕಿಟ್ಟು പിന്നെ ಅದಕ್ಕೆ ನಾನು ಚೀಸ್ ಇಟ್ಟಿಟ್ಟು ಚಂದ ಮಿಕ್ಸ್ ಹಾಕ್ಯಾವಲು ಚೀಸೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ಎಲ್ಲ ಚಂದ ಮಿಕ್ಸ್ ಆಯಲ್ പിന്നത്തെ ಅದಕ್ಕೆ ನಂಗೆ ಫಸ್ಟೇ ಫ್ರೈ ಹಾಕಿ ಇಡ್ತೋ ಆನಿಯನ್ പിന്നെ ಕ್ಯಾಪ್ಸಿಕಮ್ ಇದರೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ಅದರೆಲ್ಲ ಚಂದ ಮಿಕ್ಸ್ ಹಾಕ್ಯಲ್ പിന്നെ ಉಪ್ಪುം ತೆಲ್ಲು ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ ಇದರೆಲ್ಲ ಇಡೋಣ ಇಟ್ಟಿಟ್ಟು ತೆಲ್ ಮಿಕ್ಸ್ ಹಾಕ್ಯಲ್ പിന്നെ ನಾನೂടെ ಟೊಮೆಟೊ ಸಾಸ್ ಬಿತ್ತಿಯೊಲ್ಲೆ ನೀವು ಬೇಣಂಗೆ ಯೂಸ್ ಹಾಕೋರು ಇದು ಆಪ್ಷನಲ್ ನನ್ನ ಮಕ್ಕಳಿಗೆ ಇಷ್ಟ ಹೊಡಿച്ചു ಅಂದ್ಬಿಟ್ಟು ಅದು ಹಾಕಿಯೊಲ್ಲೆ പിന്നെ അത് ಸಾಸ್ ಇಟ್ಟಿಟ್ಟು ಎಲ್ಲ ಮಿಕ್ಸ್ ಆಯಲ್ പിന്നെ ನಾನು ಬಾಯ್ಲ್ ಹಾಕಿ ಬೆಚ್ಚೋ ಪಾಸ್ತಾ ಎಲ್ಲ ಇಟ್ಟಿಟ್ಟು ಚಂದ ಮಿಕ್ಸ್ ಹಾಕಿಯೊಲ್ಲೆ ಎಲ್ಲ നല്ല ಮಿಕ್ಸ್ ആയാൽ പിന്നത്തെ അതേപോലത്തെ എല്ലാം ಬಿಟ್ಟಿಟ್ಟು ಅದಕ್ಕೆ ನಾನು ಫೈನಲಿ ഫ്രഷ് ക്രീമിനെങ്കിൽ ഒരു കപ്പെടുത്ത് ഫ്രഷ് ക്രീം ബീത്തിട്ട് ചന്ത മിക്സ് ആക്കിയെങ്കിൽ ഞങ്ങളെ പാസ്ത റെഡി ആവും വൈറ്റ് സോസ് പാസ്ത നല്ല ഈസി ആയിട്ട് ಬೇಗತ್ತಿಗೆ ಆವಡೆ അങ്ങനത്തെ ഒരു വൈറ്റ് സോസ് പാസ്ത ನಾನು നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടേ നോക്കാം ഞങ്ങൾ പാസ്ത റെഡി ആയിടും ഇണ്ടത്തെ സ്നാക്സും നോം തരക്കಡೆ എല്ലാ സ്നാക്സും എല്ലാം റെഡി ആಯಿತು ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆയെങ്കിൽ ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು